നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കൊണ്ടുവന്ന ഒരു ഇൻസിഡന്റ്, അല്ലെങ്കിൽ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു മൊമെന്റ്, അതെന്തായിരുന്നു? നമുക്ക് കുറേം കൂടിയും കാര്യങ്ങൾ മനസ്സിലാക്കി കുറച്ചുകൂടി ക്ലോസ് ആവാനുള്ള ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ എടുത്തത് എനിക്കും റോബിൻ ചേട്ടനും പേഴ്സണലി ഭയങ്കര അടിപൊളിയായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയറിൽ ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ മാരേജ്, പിന്നെ 2 സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നടന്നു കഴിഞ്ഞിട്ട് പറയാൻ. ഈ വർഷത്തില് എനിക്കിപ്പോ ഞാൻ 2019 ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത്, ഓഗസ്റ്റ് 15. അപ്പൊ എനിക്ക് കല്യാണത്തിന് മുമ്പായിട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ബൊട്ടിക്ക് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഈ വർഷം സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളത് ഈ വർഷം എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഇനിയിപ്പോ എന്റെ പ്രൊഫഷണൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊരു ഡിസൈനർ എന്നുള്ള രീതിയിലും ബിസിനസ് ഓൺട്രപ്രണർ എന്നുള്ള ഒരു രീതിയിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ഇനി നെക്സ്റ്റ് ഇയറിൽ എന്ന് പറയുമ്പോൾ ഞാനൊരു ഫാമിലി ലൈഫിലോട്ട് കടക്കുകയാണ്. അപ്പൊ എന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് എന്റെ ഫാമിലി ലൈഫാണ്. അതിലോട്ട് കടക്കണേക്കാൾ മുന്നേ എനിക്ക് കുറെ ഇപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്തും വേണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, നമുക്ക് ഓടി ഇറങ്ങി നടക്കാം. പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എന്റെ പ്രിയോറിറ്റി ജസ്റ്റ് ഒന്ന് മാറും. ആ സമയത്ത് എനിക്ക് ഇപ്പോൾ ചെയ്യണ പോലെ എനിക്ക് അത്രയും ഇതിലോട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണെങ്കിൽ എനിക്ക് ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്താൽ പോലും ഞാൻ എപ്പോഴും ഇവിടെ അവൈലബിൾ ആവണം എന്നില്ല. എനിക്കിപ്പോൾ ഒരു ഫോൺ വിളിച്ച് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം കല്യാണത്തിന് മുന്നേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെൽ പ്ലാൻഡ് ആണല്ലോ. കാര്യങ്ങളെല്ലാം വളരെ സെറ്റ് ചെയ്ത് എല്ലാം